ഇന്ന് മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനമാണ്. അപ്പോൾ സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ തന്നെ മെയ് ദിനത്തിൽ നടത്തും. തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ സംയുക്ത മെയ് ദിന റാലിയാണ് സംഘടിപ്പിക്കുക. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ കോഡുകൾക്കെതിരായ പ്രതിഷേധം കൂടിയായിരിക്കും മെയ് ദിന റാലികൾ. സെയ്ഫ് ഹുസൈൻ ലബ്ദേനുണ്ട് വിവരങ്ങൾ നൽകാൻ. സെയ്ഫ്, ആദ്യം തൊഴിലാളി ദിന ആശംസകൾ. എങ്ങനെയൊക്കെയാണ് സംസ്ഥാനത്ത് ഈ മെയ് ദിനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ തീരുമാനിച്ചിട്ടുള്ളത്? തിരിച്ച് ദിവ്യയ്ക്കും തൊഴിലാളി ദിന ആശംസകൾ. നമ്മളെല്ലാം തൊഴിലാളികളായതുകൊണ്ട് ആശംസ ഞാൻ സ്വീകരിക്കുകയും തിരികെയും ചെയ്യുന്നു. തൊഴിലാളി ദിനത്തിന്റെ ചരിത്രമൊക്കെ ദിവ്യ മോർണിംഗ് ഷോയിൽ ആദ്യം തന്നെ പറയുന്നത് കേട്ടോ. 1890 ചരിത്രമൊക്കെ പറയുന്നത് കേട്ടിരുന്നു. എന്തായാലും തൊഴിലാളി ദിനം എന്ന് പറയുമ്പോൾ തൊഴിലാളി സംഘടനകൾക്ക് ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. ഇന്നിപ്പോൾ രാവിലെ 8 മണിയോടുകൂടി അല്പസമയത്തിനകം തന്നെ CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി AKG സെന്ററിൽ അദ്ദേഹം തൊഴിലാളി ദിനവുമായി ബന്ധപ്പെട്ട് മെയ് ദിനവുമായി ബന്ധപ്പെട്ട് പതാക ഉയർത്തുന്നുണ്ട്. പിന്നീട് കോൺഗ്രസിന്റെ പരിപാടിയുണ്ട്. രമേശ് ചെന്നിത്തല, K മുരളീധരൻ എന്നിവർ പങ്കെടുക്കുന്ന മെയ് ദിന റാലിയുണ്ട്. അത് മ്യൂസിയത്തിൽ നിന്ന് ആരംഭിച്ച് രക്തസാക്ഷി മണ്ഡപത്തിൽ അവസാനിക്കുന്നതാണ് മെയ് ദിന റാലി. വൈകിട്ട് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ CA2-ന്റെ നേതൃത്വത്തിൽ പുത്തിരിക്കണ്ടത്ത് ഒരു പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട്. മന്ത്രി V ശിവൻകുട്ടിയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ തൊഴിലാളി ദിനവുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികളാണ് എല്ലാ തൊഴിലാളി സംഘടനകളും, അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ തൊഴിലാളി സംഘടനകളും വിപുലമായ പരിപാടികളാണ് തിരുവനന്തപുരത്തും മറ്റെല്ലാ ജില്ലകളിലും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ദിവ്യ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തൊഴിൽ കോഡിനെതിരായ പ്രക്ഷോഭം അത് വലിയ രീതിയിൽ നേരത്തെ നടത്തിയതാണ്. ഒരു ദിവസം അഖിലേന്ത്യാ പണിമുടക്ക് തന്നെ സംഘടനകൾ നടത്തിയതാണ്. ഇന്ത്യയിൽ ഉടനീളം സമരം നടത്തിയതാണ്. ആ തൊഴിൽ കോഡിനെതിരായ പ്രതിഷേധം കൂടി ഈ തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായിട്ട് ഈ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളിലും അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിഷേധം കൂടി തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല ദിവ്യ.